ഹായ് ഹലോ. ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നല്ല മഴയാണ്. മഴയത്ത് നല്ല ചൂട് കട്ടൻ ചായയും ബജിയും കഴിച്ച അടിപൊളി കോമ്പോ ആയിരിക്കില്ല. അപ്പോൾ കുറച്ച് കോളിഫ്ലവർ ഉണ്ടായിരുന്നു. അതിലോട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിലേക്ക് കടലമാവ്, പിന്നെ ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, കായപ്പൊടി, ഗരം മസാല ഒക്കെ ഇട്ട് അതുപോലെ മസാല പിടിപ്പിച്ച് വെച്ചു. അപ്പോഴേക്കും അടുപ്പത്ത് എണ്ണ ചൂടാക്കാൻ വെച്ചു. ചൂടായ എണ്ണയിലോട്ട് നമ്മൾ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ ഒരു സൈഡ് നല്ലപോലെ ഇങ്ങനെ മുരിഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് മറച്ചിട്ട് അപ്പുറം സൈഡും കൂടി മുരിച്ചെടുക്കുകയാണ്. എന്നിട്ട് അത് നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചു. അങ്ങനെ എല്ലാതും വറുത്തെടുത്തു കേട്ടോ. അപ്പോൾ ബാക്കി കുറച്ച് മസാല ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോൻ ഉരുളക്കിഴങ്ങിന് തൊലി കളഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അമ്മ ഇതും കൂടി വറുത്തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ പോലെ കട്ട് ചെയ്തിട്ട് മസാലയിലിട്ട് കുഴച്ച് അതും കൂടി വറുത്തെടുക്കാമെന്ന് വെച്ചു. അപ്പോൾ അത് ബാക്കി കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു കോളിഫ്ലവർ വറുത്ത് കഴിഞ്ഞപ്പോൾ. അതിലോട്ട് ഞാൻ ഇട്ട് കൊടുത്ത് പിന്നെ നമുക്ക് പെട്ടെന്ന് ഇത് ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് ഒരു സൈഡൊന്ന് മരിഞ്ഞ് കഴിയുമ്പോഴേക്കും ഒരു ബ്രൗണിഷ് കളറൊക്കെ ആകുമ്പോഴേക്കും നമ്മളത് മറിച്ച് അപ്പുറം സൈഡും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പം അത്രേ ഉള്ളൂ 4 മണി പലഹാരം. അപ്പോൾ അതേ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഇത് കുറച്ചും കൂടി ഒന്ന് ഭംഗി ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് കുറച്ച് കറിവേപ്പിലും കുറച്ച് പച്ചമുളകും വറുത്തിട്ടു. അപ്പോൾ ഇത് ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് വെക്കുക. നല്ല മഴയുള്ള സമയത്ത് കട്ടൻ ചായയും ഈ ചൂടോടുകൂടി ബജിയും കഴിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. സോ എന്നെപ്പോലെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ചെയ്ത് നോക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.